ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ പോലും കഴിയുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിത്യാഗ ജീവിതം എന്നതിനെക്കുറിച്ചാണ്. പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം രോഗികളുടെ ശരീരങ്ങളിൽ അത് ഔഷധമാണ്. തകർന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്ന അത്ഭുത അഭിഷേകമായി വ്യാപരിക്കുന്ന സമയമാണ് വചന ശുശ്രൂഷയുടെ നിമിഷങ്ങൾ. ഒരുപാട് ഉപദ്രവങ്ങളിൽ, പൈശാചിക പീഡകളിൽ ഞെരുങ്ങുന്നവർക്ക് ദൈവവചനം വിടുതൽ നൽകുന്ന അത്ഭുത ശക്തിയാണ്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് NK രാഘവൻ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് എഴുതുന്നത്. ഞാൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമും ജീവൻ TV-യിൽ മാറാനാത്ത പ്രോഗ്രാമും കാണുന്നയാളാണ്. ഒരിക്കൽ അച്ഛൻ ഒരു എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് എലി ശല്യം വിട്ടുപോയ ഒരനുഭവം പറയുകയുണ്ടായി. എൻ്റെ വീട്ടിൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു. ഭക്ഷണത്തിലും കട്ടിലിലും കിടക്കയിലും അലമാരിയിലും വീട്ടിൽ നിറയെ ഉറുമ്പ് ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടുത്തു. ഡെസ്കിൻ്റെ 4 കാലുകളിലും മണ്ണെണ്ണയിൽ മുക്കിയ തുണി കെട്ടിവെച്ചിട്ടാണ് വേവിച്ച ഭക്ഷണം ഞങ്ങൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിൽ എലിശല്യം മാറിയ കാര്യം കേട്ടപ്പോൾ, കാട്ടുമൃഗങ്ങൾ ആട്ടിപ്പായി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മനമുരുകി, യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉറുമ്പിൻ്റെ ശല്യം വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാത്രി മുതൽ ഞങ്ങളുടെ ഭവനം വിടുതൽ പ്രാപിച്ചൊരു കുടുംബമായി മാറി. പിന്നീട് ഇന്നുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉറുമ്പിൻ്റെ ശല്യം ഞങ്ങൾ അലട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലങ്ങളായി ഒരു കുടുംബം ഞെരുങ്ങിയിരുന്നൊരു വിഷയമാണ് അവരുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന ഉറുമ്പിൻ്റെ ശല്യം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അന്നേക്കന്ന് കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. അവരുടെ പീഡ വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായൊരു ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. മകനെ, മകളെ, ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞു പോയിട്ടുണ്ടാകാം, വിശ്വാസം മങ്ങിപ്പോയിട്ടുണ്ടാകാം, പ്രാർത്ഥിക്കാൻ ഉണർവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എങ്കിലും നിനക്ക് അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും വിശ്വാസം അല്പം മങ്ങിയ സ്ഥിതിയിലാണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് ചേർന്ന് ഈ സമയം നീ എഴുന്നേറ്റ് നിന്ന് കർത്താവായ യേശുവിനെ ആരാധിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ അരുളി ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ദൈവമേ, ഇപ്പോൾ അനുഭവം നഷ്ടപ്പെട്ട് ഒട്ടും അനുഭവം ഇല്ലാതിരിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യത്തിന് അനുഭവം നൽകണമേ. അവിടുന്ന് തങ്ങളുടെ മധ്യേ ഉണ്ടെന്നൊരു അനുഭവം ഇപ്പോൾ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് ലഭിക്കട്ടെ കർത്താവേ. മുരടിച്ചിരിക്കുന്നവർ, മന്ദിച്ചു പോയവർ, മരവിപ്പിൽ ആണ്ടുപോയവർ, ഹൃദയം മരച്ചിരിക്കുന്നവർ, യേശുവേ, അങ്ങയുടെ ഒരു അത്ഭുതകരമായ സാന്നിധ്യം അങ്ങയുടെ മക്കൾ ഇപ്പോൾ അനുഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ മരവിപ്പ് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 45-ാം തിരുലിഖിതം, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവിടുന്ന് അവരുടെ മനസ്സുകൾ തുറന്നു എന്ന വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ വചനം കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്താൽ വചനശക്തിയാൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമക്കളിൽ രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. ലൂക്കായുടെ
സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, എന്തെന്നാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, യേശുവിൻ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുലിഖിതം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഓ ദൈവമേ, തഴക്കദോഷങ്ങൾ, മദ്യപാനം, ചീട്ടുകളി, പുകവലി, ലോട്ടറി എടുക്കൽ, തിന്മകളുടെയും തഴക്കദോഷങ്ങളുടെയും ബന്ധനത്തിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ചങ്ങലകൾ ഭേദിച്ച് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിത്യാഗ ജീവിതം, പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ. വിശുദ്ധ ലിഖിതത്തിൽ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു പ്രത്യേക പ്രവണത ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖിക്കണം, ശരീരത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകുക. അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിലും ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിലും എങ്ങനെയായാലും സുഖം മതി എന്ന ഒരു രീതി, കഷ്ടപ്പാടുകൾ വേണ്ട എന്ന ഒരു ടെൻഡൻസി ഇന്ന് അനേകരെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖലോലുപത ആത്മീയ ജീവിതത്തിൻ്റെ കുതിഞ്ഞരമ്പ് മുറിച്ചു കളയും എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇന്ന് ഈ മണിക്കൂറിൽ പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ, പരിത്യാഗത്തിൻ്റെ വില എന്ത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ വളരെ സ്പഷ്ടമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സന്തോഷങ്ങൾ തേടി തേടി നടക്കുന്നവരെ ദൈവം തൻ്റെ സ്നേഹിതന്മാരായി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. എൻ്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ ആഗ്രഹം സന്തോഷങ്ങൾ വേണം, സുഖിക്കണം, വേദന വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട, വിശപ്പ് വേണ്ട, ഉപവാസം വേണ്ട, പരിത്യാഗം വേണ്ട. ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ആണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വിശുദ്ധ അമ്മ ത്രേസ്യ പഠിപ്പിക്കുകയാണ്, സന്തോഷങ്ങൾ തേടി തേടി നടക്കുന്നവരെ ദൈവം തൻ്റെ സ്നേഹിതന്മാരായി പരിഗണിക്കും എന്ന് വിചാരിക്കുന്നത് തികച്ചും വിഡ്ഢിത്തരമാണ്. എന്നെയും നിങ്ങളെയും ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ എന്തിനു വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 34-ാം തിരുലിഖിതം, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ദൈവപുത്രനായ ഈശോ ഒരു വാണിംഗ് തന്നിരിക്കുകയാണ്. ഞാനും നിങ്ങളും അലർട്ടായിരിക്കണം. എന്തിനെക്കുറിച്ച്? സുഖലോലുപതയെക്കുറിച്ച്. സുഖിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ വലിയ കനത്ത നഷ്ടം വരുത്തുന്നൊരു ജീവിത രീതിയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധ ശ്ലീഹായിലൂടെ പഠിപ്പിക്കുകയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡത്തിൻ്റെ മോഹമാണ് സുഖിക്കണം എന്നുള്ളത്. ജഡത്തിൻ്റെ ടെൻഡൻസിയാണ് വേദന വേണ്ട, ത്യാഗം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. വിശുദ്ധ ലയോ മാർപ്പാപ്പ അതിനെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വെളിപാട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് വിശുദ്ധന്മാരെല്ലാവരും പുണ്യമാർഗത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയ ദൈവ പൈതലേ, നിനക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ശുദ്ധത പാലിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് മനസ്സിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ, നൈർമല്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ടോ? അതിനെക്കുറിച്ച് വിശുദ്ധ ജെറോം തൻ്റെ ജ്ഞാനത്തിൻ്റെ നിറവിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, സ്വയം പരിത്യാഗവും പ്രാർത്ഥനയും ലോകത്തിലെ ന്യായമായ സുഖസൗകര്യങ്ങൾ ത്യജിക്കലും കൂടാതെ
ആർക്കും ശുദ്ധത പാലിക്കാൻ കഴിയുകയില്ല. ഇത് സത്യം. വിശുദ്ധനായ ജെറോം പഠിപ്പിക്കുകയാണ്. വളരെ ധന്യനും ദൈവത്തിന് പ്രിയങ്കരനുമായിരുന്ന കർത്താവിൻ്റെ പ്രിയദാസൻ ബഹുമാനമുള്ള ഔറേലിയസ് എന്ന ദൈവദാസൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: സ്വയം പരിത്യാഗങ്ങളാകുന്ന മുള്ളുകളുടെ മധ്യത്തിൽ മാത്രമേ ശുദ്ധതയാകുന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവരൊക്കെ ആരാ? ഒരു ആയുസ് മുഴുവൻ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ വേണ്ടി വചനങ്ങൾ, ദൈവവചനങ്ങളെല്ലാം അതുപോലെ ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ച, ധന്യമായ ജീവിതം നയിച്ച ദൈവത്തിൻ്റെ പ്രിയരാണ് ഇവർ. ആ ദൈവത്തിൻ്റെ പ്രിയര് ഈ ലോകത്തോട് പറഞ്ഞു വെക്കുകയാണ്, ഈ ലോക ജീവിതത്തിൽ സ്വയം പരിത്യാഗങ്ങളാകുന്ന, അതായത് പെനൻസ് ആൻഡ് മോർട്ടിഫിക്കേഷൻ, പരിത്യാഗ ജീവിതത്തിൻ്റെതായ രീതികളുടെ ആ ഒരു മുള്ളുകളുടെ മധ്യത്തിൽ മാത്രമേ വിശുദ്ധി എന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ, ശുദ്ധതയാകുന്ന നിർമ്മല കുസുമം വിടരുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, എല്ലാ വഴികളിലൂടെ നടന്ന്, എല്ലാ കാര്യത്തിലും മുഴുകിയിട്ട് പിന്നെ പ്രാർത്ഥിക്കണം, വിശുദ്ധി വേണം, തീഷ്ണത വേണം, ദൈവരാജ്യ വേല വേണം എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്, നടക്കുകയില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. റോമാ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം: ജഡീകരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ജഡീക പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഒരു ദൈവിക ജീവൻ നിങ്ങൾ പുലരുന്ന ആഗ്രഹമുണ്ടോ? ഒരു വിശുദ്ധിയും പ്രാർത്ഥനയും ദൈവസ്നേഹവും നിങ്ങൾ ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവാനുഭവം നിങ്ങൾ ശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ: ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ്. അത് ദൈവത്തിന് നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. തിന്നാൻ തോന്നുമ്പോൾ തിന്നുക, കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കുക, ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങുക, വഴക്ക് പറയാൻ തോന്നുമ്പോൾ വഴക്ക് പറയുക. ഇങ്ങനെ ജഡപ്രകാരമുള്ള സ്വഭാവം അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും നയിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം 7-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്: ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്: ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു ദിവസം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളനോട് യേശു പറഞ്ഞു, നീ എന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കയ്പുള്ള വസ്തുക്കളെ മധുര വസ്തുക്കൾ പോലെയും മധുര വസ്തുക്കളെ കയ്പുള്ള വസ്തുക്കൾ പോലെയും സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമായൊരു സംഗതി കിട്ടിയാൽ അത് കയ്പുള്ള വസ്തുവിനെ പോലെ കണക്കാക്കണം. വളരെ കയ്പ് നിറഞ്ഞ ഒരു വസ്തു കിട്ടിയാൽ വളരെ സന്തോഷമുള്ള മധുരമുള്ള വസ്തുവിനെ പോലെ ആനന്ദിക്കണം. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. മണ്ണോട് മണ്ണായി തീരുന്ന ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ക്രിസ്ത്യാനികളിൽ അനേകം പേരും ഇന്ന് ശ്രമിക്കുന്നുള്ളൂ. എന്നാൽ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചോ നിത്യശിക്ഷയിൽ നിബന്ധിക്കുന്ന ആത്മാവിനെ കുറിച്ചോ അവർ ഒന്നുമേ ചിന്തിക്കുന്നില്ലല്ലോ. മണ്ണോട് മണ്ണായി തീരുന്ന ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ആ ശരീരത്തിൽ സുഖങ്ങളിൽ തന്നെ ആസക്തി പൂണ്ടിരിക്കുക, അതിൽ ആനന്ദിക്കുക, അർമാദിച്ച് നടക്കുക, കൂത്താടി നടക്കുക. ഇതിലാണ് അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് മുഴുകിയിരിക്കുന്നത്. ആത്മാവിൻ്റെ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചോ നിത്യശിക്ഷയിലേക്ക് നിബന്ധിക്കുന്ന ആത്മാവിനെ കുറിച്ചോ അവർ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഗലാത്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം: സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യ ജീവൻ കൊയ്തെടുക്കും. ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെ ശരിയായ വിധത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ശക്തനായ ഒരു കുതിരയുടെ മുകളിലിരിക്കുന്ന മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ തനിക്കും കുതിരയ്ക്കും അപകടം വരാതിരിക്കാൻ
എപ്പോഴും കടിഞ്ഞാൻ ശ്രദ്ധാപൂർവം വലിച്ചു പിടിക്കുന്നത് പോലെ നാം നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. കൊറിന്തോസ്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 26-27 തിരുലിഖിതങ്ങൾ, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ലിയോനാർഡ് എന്ന് പേരുള്ളൊരു വിശുദ്ധൻ പരിത്യാഗ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ഏത് അസൗകര്യങ്ങളും നാം സ്വീകരിക്കും, എന്നാൽ അവയെ നിയന്ത്രിക്കാൻ ഒരു ചെറുവിരൽ പോലും നാം അനക്കുകയില്ല. ആരും ഒരു ചില്ലിക്കാശ് വിലയ്ക്കുള്ള സഹനം പോലും സ്വീകരിക്കാൻ തയ്യാറല്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയിൽ വളരാൻ ആഗ്രഹമുണ്ടോ? പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹമുണ്ടോ? വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹമുണ്ടോ? ദൈവാനുഭൂതി വളരാൻ ആഗ്രഹമുണ്ടോ? നന്നായി മുട്ടുമടക്കി നന്നായിട്ട് കഷ്ടപ്പെടണം, അധ്വാനിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആത്മീയ അനുഭവത്തിൻ്റെ നിറവിൽ നിന്ന് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ലൗകിക സമൃദ്ധിയും സുഖങ്ങളും നിങ്ങളെ നോക്കി മന്ദഹസിക്കുമ്പോൾ അവയെ ചെറുത്തു നിൽക്കുക, അതിൽ ആനന്ദം കൊള്ളരുത്. സൗമ്യമായി അത് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. പ്രവേശിച്ചു കഴിഞ്ഞാലോ സർപ്പങ്ങളെ പോലെ അത് കടിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവൻ്റെ കടയ്ക്ക് കോടാലി വെക്കുന്ന അതികഠിനമായ ഒരു തിന്മയാണ് സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഭ്രാന്തമായ ആഗ്രഹം, സുഖലോലുപത, ലോക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രത. ഇത് ആത്മീയതയെ നശിപ്പിക്കും. അതുകൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതയിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വയം നിയന്ത്രിക്കാത്ത ഹൗവ പാപത്തിൽ ചെന്ന് നിബന്ധിച്ചു. തങ്ങളുടെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ട ബാബിലോൺ കോട്ട നിർമ്മാതാക്കൾ ചിന്നിച്ചെതറി ഛിന്നഭിന്നമായി പോയി. സാംസൺ ദലീലയുടെ മടിയിൽ സുഖം കണ്ടെത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവൻ അടിമയായി ചങ്ങലക്കിട്ട് അവൻ ശത്രുക്കൾക്ക് വേണ്ടി അരിപൊടിച്ച് അവൻ്റെ കണ്ണുകൾ കുത്തിപ്പറിച്ചെടുക്കപ്പെട്ട് അടിമയായി അവൻ മരിക്കാനിട വന്നു. സൊദോം ഗൊമോറ നിവാസികൾ കുത്തഴിഞ്ഞ ജീവിതത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൽ അവർ കത്തി നശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ ഉയർത്താം. പൂർവ്വപിതാവായ ജോസഫ് പരിത്യാഗത്തിൻ്റെ ജീവിതത്തിൽ ജഡമോഹങ്ങളെ നിയന്ത്രിച്ചു. അവൻ ദൈവത്തിന് പ്രിയങ്കരനായി മാറി. സൂസന്ന പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവൾ ശക്തിയോടെ വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടു. അവൾ ദൈവത്തിൻ്റെ അംഗീകാരം പ്രാപിച്ചു. വിശുദ്ധ മരിയ കൊരെത്തി, അവൾ തങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നടന്നു. അവൾ വിശുദ്ധയായി മാറി. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സ്വയം നിഗ്രഹത്തിൻ്റെ ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പരിത്യാഗ ജീവിതത്തിൻ്റെ ഒരു അഭിഷേകം ലഭിക്കട്ടെ. പിതാവേ, പരിത്യാഗ ജീവിതത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ ദാസന്മാരെ വ്യാപരിക്കട്ടെ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ശ്ലീഹായി നിറഞ്ഞപ്പോൾ ശ്ലീഹ ഈ ഒരു ജീവ ചൈതന്യത്തിൻ്റെ ഉടമയായി മാറിയല്ലോ. ഇതുപോലെ ഈ ദാസന്മാരുടെ മേൽ ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ ആത്മാവ്, സ്വയം നിഗ്രഹത്തിൻ്റെ ആത്മാവ്, പരിത്യാഗ ജീവിതത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ
34 അധ്യായം 18 തിരുലിഖിതം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 145 സങ്കീർത്തനത്തിൽ 16 തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. യേശയ്യ 57:15. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ എളിമയോടും കണ്ണുനീരോടും കൂടെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തകർന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തിയോടെ അവിടുന്ന് വരണമേ. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. രോഗികളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. കാലങ്ങളായി അന്ധകാരത്തിൽ അമർന്നുപോയ കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര കോട്ടകൾ ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. എൻ്റെ പേര് ജീന ജോയ്. ഞാൻ തൃശ്ശൂർ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ദൈവശബ്ദം കൺവെൻഷനിൽ കൂടി ദൈവശബ്ദം കൺവെൻഷന്റെ അത്ഭുതങ്ങൾ കർത്താവ് വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ്. പട്ടായിലച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കിട്ടിയത് ആമ്പല്ലൂർ വന്ന് പറയണം. അന്ന് അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അനേകർ ആമ്പല്ലൂർ സ്റ്റേജില് പറയും. അതേമാതിരി എന്താ സംഭവിച്ചിരിക്കുക? പറയൂ, പറയൂ. പിന്നെ എനിക്ക് ശരീരമാകെ ചൊറിച്ചിൽ 13 വർഷമായിട്ട് അലർജി രോഗം ഉണ്ടായിരുന്നു. പിന്നെ ലൈക്കം പ്ലാൻസ് എന്ന് പറഞ്ഞ അസുഖം, സോറിയാസിന്റെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട അസുഖം ഉണ്ടായിരുന്നു. ഇവരുള്ള രോഗം തന്നെയാണത്. 13 വർഷമായി ഇതിനെ ചികിത്സിക്കാത്ത ഒരു സ്ഥലവും ഇതുവരെ ഇത് മാറി. അല്ല, അസുഖം മാറാണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ കൺവെൻഷനിൽ വന്നിരുന്നത്. ദൈവശബ്ദം കൺവെൻഷനിൽ വന്നിരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് എൻ്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ നേരം അത് ഊരിച്ചൊറിഞ്ഞിട്ട് മാന്തി പൊട്ടിച്ച് ചോര വരെ അവിടെ ഇരിക്കും. അതാണ് എൻ്റെ എന്നുള്ള ശരീരത്തിൽ കഠിനമായ ഒരു രോഗം, അലർജി പീഡയായിരുന്നു ഈ സഹോദരി. അത് 1 വർഷം 2 വർഷമല്ല, 13 വർഷമായി ക്ലേശിക്കുകയായിരുന്നു രോഗപീഠങ്ങളാൽ. അങ്ങനെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തു. ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു 13 വർഷമായിട്ട് അലർജി രോഗം മാറി ഒരാളെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഞാൻ അതുപോലെ ഡ്രസ്സൊക്കെ ഊരിയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ചൊറിച്ചിലും ഒന്നിനും ഞാൻ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കർത്താവ് അന്നേക്കന്ന് തൽക്ഷണ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഇന്നും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട്. 2 കരങ്ങൾ നന്നായി ഉയർത്തി നന്നായി കൈയടിച്ച് എൻ്റെ യേശു അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. എൻ്റെ യേശു ഇന്നും